ഹായ് മക്കളെ, അൻമോസ് സാറാണ്. എടാ, നമ്മുടെ SCRT ഇറക്കിയ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അത് ഓരോ സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഓൾറെഡി അവർ തന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് അതിന്റെ കൂടെ തന്നെ അതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു ഹിന്റ് പോലെയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. മക്കൾ കൃത്യമായിട്ട് ക്ലാസ് കംപ്ലീറ്റ് കാണുക, ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുക. കാരണം വരുന്ന മോഡൽ എക്സാമിന് 100% ഉറപ്പാണ് ഈ 3 സെറ്റിന്റെ അകത്ത് ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഫൈനൽ RMSന്റെ ബാച്ച് ഉണ്ട്. അപ്പോൾ 500 രൂപയാണ്. എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു ഹെൽപ്പിംഗ് ആയിരിക്കും നമ്മുടെ ഈ ബാച്ച്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ച് അഡ്മിഷൻ എടുക്കുക. ഈ താഴെ കാണുന്ന ഈ 2 നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ ബാച്ചിന്റെ കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അധികം ലേറ്റ് ആകുന്നില്ല, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ആദ്യത്തെ സെക്ഷൻ, ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മക്കൾക്കറിയാം എത്ര മാർക്കിന്റെ സെക്ഷൻ ആണ്. 1 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. 1 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് അല്ലെ. 1 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഇസ് എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 2, 5, 8. അതായത് 2, 5, 8 എന്ന സമാന്തര ശ്രേണിയിലെ പദമായി ചുവടെ കൊടുത്തതിന്റെ ഏത് സംഖ്യയാണ്? 2, 5, 8 വരുമ്പോൾ D3 ആണ് വരിക. D3 വന്നു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടണം. സോ ദ നമ്പർ ഈസ്, ആൻസർ എന്താണ്? 32 എന്ന് പറയുന്നതാണ് ആൻസർ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് എന്റെ അകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 32 ആണ്. നിങ്ങൾ സെറ്റ് എടുത്ത് വെക്കുക കേട്ടോ മക്കളെ, എന്നിട്ടാണ് ഇത് ക്ലാസ് കാണാം. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ സ്കോർ ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ ആൻ എക്സാം ഗിവൺ ബിലോ, വാട്ട് ഈസ് ദ മീഡിയൻ സ്കോർ? മീഡിയൻ സ്കോർ കാണണമെങ്കിൽ നമ്മൾ മധ്യമ വില കാണണമെങ്കിൽ, മധ്യമ സ്കോർ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനൊന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, അതായത് ചെറുതുനിന്ന് വലുതിലേക്ക് എഴുതുക. അപ്പൊ ചെറുതുനിന്ന് വലുതിലേക്ക് 28, 30, 33, 36, 40, 41, 44, 44 എന്നാ വരിക. എന്നിട്ട് അപ്പൊ 8 ആകുമ്പോൾ നടുക്കത്തെ 2 ആണ് എടുക്കേണ്ടത്. 36, 40 എടുത്തു, നടുക്കത്തെ 2 എടുക്കുക. എന്നിട്ട് അതിനെ പകുതിയാക്കുക. പകുതിയാക്കുമ്പോൾ എന്ത് കിട്ടി? 36 + 40/2. ആൻസർ എത്ര കിട്ടും? 38 എന്ന് കിട്ടും. രണ്ടാമത്തെ ആൻസർ 38 ആണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദ പോയിന്റ്സ് ബിലോ ഈസ് ഓൺ ദ ലൈൻ ത്രൂ 2, 5 പാരലൽ ടു ദ x ആക്സിസ്. 2, 5 എന്ന ബിന്ദുവിലൂടെ x അക്ഷത്തിന് സമാന്തരമായ ഒരു വര വരയ്ക്കുന്നു. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ബിന്ദുവിലൂടെയാണ് വര കടന്നു പോകുന്നത്? ഏത് ബിന്ദുവിലൂടെയാണ് വര കടന്നു പോകുന്നത്? അങ്ങനെ നോക്കിയാൽ നമുക്കറിയാം ഒറ്റ കാര്യമുള്ളൂ ഇവിടെ. 2, 5 എന്ന് പറയുമ്പോൾ 5 ആണ് y. ഓക്കെ, x അക്ഷന് സമാന്തരമാകുമ്പോൾ y മാറൂല. y 5 വരുന്ന ആകെ ഒരൊറ്റ ആൻസർ ഉള്ളൂ. ഫസ്റ്റ് ആൻസർ ആണ്. ആൻസർ അപ്പോൾ 0.5 എന്ന് കിട്ടും. ആൻസർ എന്താണ് വരിക? 0.5 എന്നാണ് വരിക. ഓക്കെ, ഇതാണ് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ്. 3 ക്വസ്റ്റ്യൻ, അതായത് 1 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ. ഇനിയുണ്ട് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ചോദ്യം നോക്കണം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 40 സ്ക്വയർ സെന്റിമീറ്റർ ഇഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു ഈക്വൽ ഹെമിസ്ഫിയർ. അപ്പോൾ ഈ ഹെമിസ്ഫിയറിന്റെ അർദ്ധഗോളത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കാണേണ്ടത്: 4πr² 40 ആണ്. അങ്ങനെയാണെങ്കിൽ πr² വരിക 10. ഹെമിസ്ഫിയറിന്റെ വരിക 3πr². ഹെമിസ്ഫിയറിന് എന്താണ്? 3πr². ഹെമിസ്ഫിയറിന് എന്താണ്? 3πr² എന്നാണ് വരിക. അപ്പോൾ 3 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. സോ അതിന്റെ ആൻസർ എന്താണ്? 30 ആണ് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസിന്റെ അകത്ത് ദ ഓൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് xn ഈസ് ഈക്വൽ ടു 4n + 1. ഇൻ ദിസ് സീക്വൻസ് ഹൗ മച്ച് മോർ ദാൻ ദ 10th ടേം ഈസ് ദ 15th ടേം. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn ഈസ് ഈക്വൽ ടു 4n + ആണ്. ഈ ശ്രേണിയുടെ 10ാമത്തിന് എത്ര ഗുണം 15. അപ്പോൾ n എന്ന് പറയുന്ന ഇവിടെ, d എന്ന് പറയുന്ന ഇവിടെ 4. d 4 ആണെങ്കിൽ മക്കളെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 4. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ആൻസർ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അടുത്ത, വാട്ട് ആർ ദ x കോർഡിനേറ്റ് ഓഫ് ദ വേർ ഗ്രാഫ് ദ പോളിനോമിയൽ x² - 6x + 8 കട്ട്സ് ദ x ആക്സിസ്. അപ്പോൾ x² - 6x + 8 നമുക്ക് ഇങ്ങനെ എഴുതാം: x - 2 x - 4 എന്ന് എഴുതാം. അങ്ങനെയാണ് എക്സിന്റെ വില 2 അല്ലെങ്കിൽ 4. അപ്പോൾ 2, 4 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 2x - y = 0. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. ഒരു വരയുടെ സമവാക്യം 2x - y = 0 ആണ്. ഈ വരയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. 1, 2 ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻസ്. 1, 2 ഈ വരയിലെ ബിന്ദുവാണ്. 2, 1 ഈസ് എ പോയിന്റ്. അപ്പൊ 1, 2 എന്ന് പറയുന്നത് ഈ വരയിലെ പോയിന്റ് ആണ്. ശരിയാ, കാരണം 1 × 2 ചെയ്ത് കഴിഞ്ഞാൽ 0 അവിടെ കിട്ടും. പിന്നെ ഇതിന്റെ അത് ആൻസർ ആയിട്ട് വരുന്നത് 4ാമത്താണ്. ഈ വരയിൽ ഏത് ബിന്ദുവും x സൂചകസംഖ്യയുടെ 2 മടങ്ങാണ് y സൂചകം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. 1ഉം 4ഉം ആണ് ആൻസർ. 1ഉം 4ഉം ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ 7 ക്വസ്റ്റ്യൻ 1 വേർഡിന്റെ 7 ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതെന്ന് പറയുന്നത് എത്ര മാർക്കിന്റെ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അവിടെ. എത്ര മാർക്കിന്?
ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് കേട്ടോ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. അപ്പൊ സൈൻ വാല്യൂവിന്റെ കണക്കാണ് ആർ എന്നുള്ള സാധനം. ഓക്കെ, ഇനി സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ഇനി അങ്ങോട്ട് മിക്സഡ് ക്വസ്റ്റ്യൻസ് ആണ്. മക്കൾ പഠിച്ചോളൂ, കൃത്യമായിട്ട് നോക്കിക്കോളൂ. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണെന്ന് പറയുന്നത്, അതായത് 9ാമത്തെ ക്വസ്റ്റ്യൻ എടാ. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഇഫ് എ പോയിന്റ് ഈസ് മാർക്ക്ഡ് ഇൻ ദിസ്, ദ ഫിഗർ കണ്ടോ നിങ്ങൾ, ഇൻ ദിസ് ഫിഗർ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഫാൾസ് ഇൻസൈഡ് ദ ഷെയ്ഡഡ് പാർട്ട്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ കറുപ്പിച്ച ഭാഗത്താകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ കറുപ്പിച്ച രണ്ടും കൂടി 30 30 വരിക. അപ്പൊ 30 30 കൂടി കൂട്ടിയാൽ 60 കിട്ടും. ടോട്ടൽ 360 ആണ്. സോ ആൻസർ എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60/360 എന്ത് കിട്ടി? 1/6 എന്ന് പറയുന്ന ആൻസർ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിഫ്ത്ത് ടേം ഓഫ് an arithmetic sequence is 70 and a ninth term is 50. In this sequence, how much does each term decrease when the position increase by 1? അപ്പോൾ എൻ്റെ ആൻസർ വരിക 5 ആണ്. ബി എന്താണ്? അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 occurs in the sequence? 0 occurs വരണമെങ്കിൽ 50 കുറയണം. അപ്പോൾ 10d കുറയണം. അപ്പോൾ x9 ആണ് 5, 50. x9 50 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, x9 50 ആണ്, d 5 ആണ്. അപ്പോൾ 10d 50 കൂടി കുറഞ്ഞാലാണ് 0 വരിക. അപ്പോൾ x9 കൂടി 10d കൂട്ടിയാൽ x 19. അപ്പോൾ 19ാമത്തെ ടേം ആണ് എന്ത് വരുന്നത്? 0 വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ 11a ഹൗ മച്ച് 2 3 5 a 3-digit number are formed using n cards with the numbers 2 3 5 written on them. How many such numbers can be made? എത്ര നമ്പേഴ്സ് ചെയ്യാം? 6 എണ്ണം ചെയ്യാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് ഈവൺ? ഇതിൻ്റെ അകത്ത് ഈവൺ വരുന്ന എത്ര ഉണ്ട്? ഈവൺ വരുന്ന 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ 2/6 വരും. 2/6 വരും. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? 5 മൾട്ടിപ്പിൾ ഓഫ് 5 വരുന്നത് 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ അതും 2/6. ആൻസർ അങ്ങനെയാണേ വരിക. അപ്പോൾ ഒന്നാമത്തെ ആൻസർ വരിക 6, അടുത്ത 2/6, മൂന്നാമത്തെ 2/6. ഇവിടെ ആൻസർ ഉണ്ടായി മക്കളെ. ഇനി ബി ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താ? എ ബോക്സ് കണ്ടെയ്ൻസ് 6 black beads and 4 white beads and another box contains 7 black and 8 white beads. In how many ways can a pair of beads be chosen, one from each box? അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അകത്ത് 6 4 10, അടുത്തതിൻ്റെ അകത്ത് 7 8 15. അപ്പോൾ ടോട്ടല് 10 × 15 എത്രയാണ് ആൻസർ? 150 ആണ് ആൻസർ. 150 ആൻസർ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബ്ലാക്ക്? രണ്ടും ബ്ലാക്ക് വരിക എന്നാണ് 6 × 7 42 42/150. അറ്റ്ലീസ്റ്റ് വൺ വൈറ്റ് വരുമ്പോൾ 150 42 കുറച്ചാൽ 108 കിട്ടും. 108/150. ഓക്കെ, അപ്പൊ 11 ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇനി നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ സെക്കൻഡ് ടേം ഓഫ് an arithmetic sequence is 5 and sum of first 6 term is 60. വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം? എവിടെ ആൻസർ എവിടെ? 12. S6 60. അപ്പൊ 3 പെയർ 60 ആണെങ്കിൽ ഒരു പെയർ 20. അപ്പോൾ x2 3 ആണെങ്കിൽ അപ്പോൾ ഒരു പെയറിന്റെ സമ്മല്ലേ ചോദിച്ചാൽ വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത്? സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് വരുമ്പോൾ അത് എത്ര കിട്ടും? 20 കിട്ടും. ഇനി സെക്കൻഡ് ടേം 5 ആണെങ്കിൽ x5 എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം? ഫിഫ്ത്ത് ടേമുക്ക് എത്ര കിട്ടി? 20 - 5 15 എന്ന് കിട്ടി. 20 - 5 എത്ര കിട്ടിയാ? 15 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ ചോദ്യം? വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ്? ആദ്യത്തെ 15 ടേമിന്റെ സം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ 15 ടേമിന്റെ സം കാണാൻ നമ്മൾ 8ാമത്തെ ടേം കാണും. 8ാമത്തെ ടേം എങ്ങനെയാ കാണാൻ? മക്കളെ ഇങ്ങനെ നോക്കുക. x2 5, x5 15. അപ്പൊ 3 കൂടുമ്പോ 10 കൂടി. അപ്പൊ x5നോട് വീണ്ടും 3 കൂടുമ്പോ 10 കൂടണം. 15നോട് 10 കൂട്ടിയാൽ എത്ര കിട്ടി? 25. x8 25. 15 ടേമിന്റെ സമ്മ് ചോദിച്ചാൽ അതിന്റെ മിഡ് ടേം ആണ് ആര്? മധ്യപദമാണ് ആര്? 8ാമത്തെ ടേം. അപ്പൊ 8ാമത്തെ ടേമിനെ 15 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 15 × 25 375 ആണ് ആൻസർ. ഓക്കെ, ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ലീവ് റിമൈൻഡർ 3 or 8 when divided by 10. അപ്പൊ ഇങ്ങനെ കിട്ടും. 3 8 13 18 എക്സെട്ര എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേം ഓഫ് ദ സീക്വൻസ് ബൈ 5? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് റിമൈൻഡർ കിട്ടുന്നത്. ഇനി അടുത്ത എന്താ? പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അത് സിമ്പിൾ ആണ്. കാരണം എന്താ? 5 കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സിമ്പിൾ അല്ലേ? 12ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ എടാ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിനോ 5 മാർക്കിനോ നിങ്ങളെ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 100% ഉറപ്പാണ്. ഏത് സെക്ഷനിൽ? സെക്ഷൻ ബിന്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ. ദ ടേബിൾ ബിലോ ഗിവ്സ് 49 persons ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ വെയ്റ്റ്സ്.
ഓക്കെ. അപ്പൊ 30 to 45, 40 to 57, 50 to 69, 60 അങ്ങനെ 10 വരുന്നുണ്ട്. അപ്പൊ 10 വരുന്നതാണ് നമുക്ക് മീഡിയം ക്ലാസ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ 13ാമത്തെ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വരുമ്പോൾ മക്കൾ നോക്കിക്കോളെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡി എന്ന് പറയുന്നത് 10/10 1 കിട്ടും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 49 ആണ്. 49 ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത്, മധ്യമം എന്ന് പറയുന്നത് 49 + 1 50, 50ന്റെ പകുതി 25th ആണ് മീഡിയൻ, മധ്യമം വരിക. ഓക്കെ, മീഡിയൻ എ ക്വസ്റ്റ്യൻ അതാണ്. മീഡിയൻ എത്രാമത്താണ് വരിക? 25ാമത്താണ് വരിക. 22ാമത്തെ ആളുടെ എത്രയാ വരിക? അതായത് അതിനാണ് നമ്മൾ ഈ സാധനം ഏരിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന തൊട്ടടുത്ത കള്ളി ഏരിയ. അപ്പൊ 5, 12, 21 കഴിഞ്ഞ് ഇവിടെ 22 വരും. 22ാമത്തെ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡി കാണണം ആദ്യം. ഡി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യത്യാസം 10/10, 10/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടി. 1/2 D/2 എന്ന് പറയുമ്പോൾ 0.5. അപ്പൊ 22ാമത്തെ എന്ന് പറഞ്ഞാൽ 60നോട് 0.5 കൂട്ടിയാൽ 60.5 എന്ന് കിട്ടും. ഓക്കെ, 60.5 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? എക്സ് 25 കാണാൻ 25ാമത്തെ ടേം അല്ലേ കാണണ്ട്, 22നോട് 3 ഡി കൂട്ടണം. അപ്പൊ 3 ഇൻറ്റു, അപ്പൊ 63.5 ആൻസർ ആയി. അതാണ് എത്രാമത്തെ ക്വസ്റ്റ്യൻ? 13ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 21 and 89 is a point on it. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഒരു വൃത്തത്തിന്റെ കേന്ദ്രം 2, 8, 9 അതിലെ ഒരു പോയിന്റുമാണ്. നിങ്ങളോട് പറയുന്ന അതിന്റെ റേഡിയസ് കാണാനാണ്. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. റേഡിയസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ കൊടുക്കുക. 8 - 2 ഹോൾ സ്ക്വയർ പ്ലസ് നമ്മുടെ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് അകലം കാണാനുള്ള, ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല കൊടുക്കുക. റൂട്ട് ഓഫ് 8 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 9 - 1 ഹോൾ സ്ക്വയർ. 8 - 2 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ, 9 - 1 എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ. സോ ആൻസർ വരിക 10 ആണ്. അപ്പൊ റേഡിയസ് നമുക്ക് 10 കിട്ടി. വൃത്തത്തിന്റെ സമവാക്യം ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. x - 2 ഹോൾ സ്ക്വയർ പ്ലസ് y - 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ. ഇങ്ങനെ മാത്രം എഴുതി വെച്ചാൽ മതി. ഒറ്റ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ മാർക്ക് കൂടുതലാണെങ്കിൽ മാത്രം നിങ്ങൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ പോയാൽ മതി, അല്ലേ? ചെയ്യണ്ട. ഓക്കെ, ഇതാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 15ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ പറയുന്നു. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ ഇടാ ശ്രദ്ധി. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ പിക്ചർ ABCD is a rectangle with sides parallel to the axis. Write the coordinates of the vertices B and D. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ 2, 10 തന്നിട്ടുണ്ടെങ്കിൽ ബി കാണാൻ ഇവിടുന്ന് സി എന്ന് എക്സും എടുക്കുക, എ എന്ന് വൈ എടുക്കുക. അപ്പൊ 10, 5. ഡി ആണെങ്കിൽ എ എന്ന് എക്സ് എടുക്കുക, സി എന്ന് വൈ. അപ്പൊ 2, 11. ആൻസർ കിട്ടി. കാൽക്കുലേറ്റ് ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ ലെങ്ത് കാണാൻ 5 ആണല്ലോ, 2ഉം വൈ 5 ആണല്ലോ. അപ്പൊ എക്സ് 10 2 കുറച്ചാൽ 8 കിട്ടി. അടുത്ത ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ സി. എ സിയുടെ ലെങ്ത് കാണാൻ ഇത് കണ്ടാൽ മതി. അത് കാണാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എ സി എന്ന് പറയുന്ന റൂട്ട് ഓഫ് 10 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 11 - 5 ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. ആൻസർ വരിക 10 ആണ്. അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സിമ്പിൾ ആണ്. എത്ര മാർക്കാണ്? 4 മാർക്കാണ് ഷുവർ ആയിട്ട് കിട്ടും. ഇനി 16ാമത്തെ എന്ന് പറയുന്നത്, ഇൻ ദ പിക്ചർ ABCD is a parallelogram. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് C. Calculate the slope of the diagonal AC. Write the equation of the line through A and C. Does this line pass through the origin Y? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ് ഓഫ് സി. സി കാണുക. സിമ്പിൾ അല്ലേ? 3 എണ്ണം തന്നു കഴിഞ്ഞാൽ 4ാമത്തെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് 2ഉം കൂടി കൂട്ടുക, മറ്റത് കുറയ്ക്കുക. അപ്പൊ നമുക്ക് 8, 7 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഇതിന്റെ സ്ലോപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് വരിക എന്താ? 7 - 2 - 8 - 1 എന്ന് പറഞ്ഞാൽ 5/7 ടി. മൂന്നാമത്തെ ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് 7y - 5x - 9 സമം എന്ത് കിട്ടി? 0. y - y1 is equal to m into x - x1 എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കുക. അപ്പൊ y - y1 is equal to m എന്ന് പറയുന്ന സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഇൻറ്റു x - x1 എന്ന് വരും. ഓക്കെ, അപ്പൊ 7 into y - 2 is equal to 5 into അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിനി 0 0 വരുമോ, ഒറിജിൻ വരുമോ നോക്കാൻ 0 0 കൊടുക്കുക. വൈക്ക് എക്സിന് 0 കൊടുക്കുക. -9 ഈക്വൽ ടു 0. ശരിയാണോ? അല്ലല്ലോ, തെറ്റല്ലേ? അപ്പൊ അതെന്ത് വരില്ല? ഇതിൽ വരൂല. ഓക്കെ, അതാണ് നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യന്റെ എ. ബിന്റെ അകത്തും അങ്ങനെ തന്നെ. ബിന്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചിത്രം വരച്ച കണ്ടോ നിങ്ങൾ? ഈ ചിത്രം പോലെ ചെയ്യണം. മിഡ് പോയിന്റ് ആണ്. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ് ഓഫ് പി ആൻഡ് ക്യൂ. പി എന്ന് പറയുന്നത് 2, 3, ക്യൂ എന്ന് പറയുന്നത് 6, 0 കിട്ടി. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ പി ആർ ആൻഡ് എ ക്യൂ. പി ആറിന്റെ എ ക്യൂന്റെ ഇന്റർസെക്ഷൻ 4.5 into 0. സെൻട്രോയിഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2:1 എന്ന് പറയുന്ന റേഷ്യോ കൊടുത്താൽ മതി. സിമ്പിൾ ആണ് കേട്ടോ.
ഇനി അങ്ങനെയാണെങ്കിൽ സെക്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ perpendicular sides of a right triangle is 6 centimeters longer than the other and the area of triangle is 56 square centimeter. എന്താണ് നമ്മൾ പറയുന്നത്? 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരിക. ഒരു സൈഡ് എക്സ് ആണ്, മറ്റേ സൈഡ് അതിനേക്കാൾ 6 കൂടുതലാണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 50. അപ്പൊ ഹാഫ് ബി എച്ച് ആണല്ലോ നമ്മുടെ എന്ത് ഏരിയ കാണുന്ന പരപ്പളവ് കാണുന്ന ഇക്വേഷൻ. അപ്പൊ 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എന്നേതാ 56 എന്നേതാ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് അങ്ങോട്ട് പോയാൽ 112 എക്സ് സ്ക്വയർ പ്ലസ് 6x 112 എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 9 എവിടുന്നാ വന്നത്? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡാണ്, വർഗ്ഗത്തികവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 121. അപ്പൊ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 11 സ്ക്വയർ. അപ്പൊ എക്സ് പ്ലസ് 3ന്റെ വില എന്താണ്? 11 ആണ്. എക്സിന്റെ വില എന്താണ്? 11 മൈനസ് 3 8 ആണ്. അപ്പൊ എക്സിന്റെ വില 8 കിട്ടി. ഇനി 18ാമത്തെ ക്വസ്റ്റ്യന്റെ അകത്ത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് 5 8 11. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ടേം ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ് ബൈ 3? ആദ്യത്തെ ശ്രേണീനെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും എന്നാണ് ചോദ്യം. ഇതാണ് സീക്വൻസ് 5 8 11 4 7 10. ഓക്കെ, 5 8 11 4 7 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം വരിക 2 ആണ്. രണ്ടാമത്തെ 4 7 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടിയ ശിഷ്ടം 1 ആണ്, റിമൈൻഡർ 1 ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇത് രണ്ടും പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ഈച്ച് ടേം ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ് ഈസ് എ ടേം ഓഫ് ദ സെക്കൻഡ് സീക്വൻസ്. ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ എന്ന് പറയുന്ന സെക്കൻഡ് ടേമിൽ ഉണ്ട് എന്ന് തെളിയിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ ഓൾജിബ്രയുടെ സ്ക്വയർ എടുത്തു. അപ്പൊ നമുക്ക് 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 4 എന്ന് കിട്ടി. ഇതിന്റെ അകത്ത് ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 പ്ലസ് 1 കിട്ടി. ഇതിനെ ഞാൻ മൊത്തത്തിൽ k എടുത്താൽ ഇത് 3k പ്ലസ് 1 ആണ്. 3k പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സീക്വൻസിന്റെ ടൈപ്പ് ആണ്. സിമ്പിൾ ആയിട്ട് അവിടെ പ്രൂവ് ആയി. അപ്പൊ 18 ക്വസ്റ്റ്യൻസ് ആയി. 18 ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2n സ്ക്വയർ പ്ലസ് 3n. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്? 5 ടേമിന്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കുക? അവിടെ 5 കൊടുക്കുക. അപ്പൊ 2 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 5 65 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ ചോദ്യം? ഹൗ മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 324. അപ്പൊ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് നമ്മൾ ചെയ്യുന്നു. 2n സ്ക്വയർ പ്ലസ് 3n ഈസ് ഈക്വൽ ടു 324 ആണ്. 2n സ്ക്വയർ പ്ലസ് 3n മൈനസ് 324 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 324 ദാറ്റ് ഈസ് ഈക്വൽ ടു 2600 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു n നമ്മൾ കാണുമ്പോൾ ആൻസർ നമുക്ക് 12 എന്ന് കിട്ടി. 19 ഏടെ ആൻസർ വരിക 12 എന്നാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് ദ സം ഓഫ് എനി നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദ സീക്വൻസ് 4 12 20 സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ആൻഡ് സേ പെർഫെക്റ്റ് സ്ക്വയർ. 19b ഇതാണ് നമ്മൾ ചെയ്യുക. അപ്പൊ 4n സ്ക്വയർ എന്നാണ് കിട്ടുക. 4n സ്ക്വയർ എന്നാണ് നമ്മൾ ഇതിന്റെ സമ്മിന്റെ ഇത് കിട്ടുക, അൾജിബ്ര കിട്ടുക. അപ്പൊ 4n സ്ക്വയർ നമുക്ക് 2n സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഏത് ടേമിന്റെ എന്താണ്? സ്ക്വയർ ആണ്. പ്രൂഫായി. ഇനി അവിടെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് അനദർ അരിത്തമെറ്റിക് സീക്വൻസ്. അത് നമ്മൾ ഓഡ് ടേമിന്റെ ഇതാക്കി വന്നിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ ഇന്റെ അകത്തേക്ക് വരുമ്പോ 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ എ ബി ഈസ് എ കോഡ് ത്രൂ ദ പോയിന്റ് പി ഇൻസൈഡ് ദ സർക്കിൾ സെന്റേർഡ് അറ്റ് ഒ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്നാണ്. ചിത്രത്തിൽ ഒ കേന്ദ്രമായ വൃത്തത്തിനുള്ളിലെ പി എന്ന ബിന്ദുവിലൂടെയുള്ള ഒരു ഞാണാണ് എ ബി. വൃത്തത്തിന്റെ ആരം എത്രയാണ്? അപ്പൊ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു നമുക്ക് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ 4 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 4 ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 9. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 13. ആൻസർ ആയി. ഇനി അടുത്തെന്താ? എ ഇസ് ദ പോയിന്റ് ഓൺ ദ ഇന്റർസെക്ഷൻ. 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ സെന്റേർഡ് അറ്റ് ഒറിജിൻ ആൻഡ് എക്സ് ആക്സിസ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. സർക്കിൾ ഈസ് പാസസ് ത്രൂ ദ പോയിന്റ് C11. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം OABAC. ഇതാണ് OABC. ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾ ഇങ്ങനെ മാത്രം നോക്കുക. ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരും. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് 1 ഉം 1 ആണ്. ഈ റൂട്ട് 2. അപ്പൊ റേഡിയസ് റൂട്ട് 2 ആണെങ്കിൽ O മുതൽ A വരെ ഉള്ളത് അകലം റൂട്ട് 2 ആണ്. അപ്പൊ ബേസ് റൂട്ട് 2, ഹൈറ്റ് 1. അപ്പൊ റൂട്ട് 2 ഇൻറ്റു 1 ആൻസർ എന്താണ്? റൂട്ട് 2 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ABCP ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ഇൻ ദ പിക്ചർ വിത്ത് AC ഈക്വൽ ടു BC ആൻഡ് BT ഈസ് ദ ടാൻജന്റ് അറ്റ് B. കാൽക്കുലേറ്റ് ആംഗിൾസ് ബിലോ. അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം ഉണ്ട്. ഇവിടെ 70 ഡിഗ്രി തന്നാൽ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ C എന്ന് പറയുന്ന, അതായത് ACB അല്ലെ. ACB എന്ന് പറയുന്ന ആംഗിൾ 70 110 150 അല്ലേ കിട്ടണം. അപ്പോൾ ആൻസർ 110.
ഇനി ഇവിടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എ സിയും ബി സി ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ട്. എ സിയും ബി സി ഈക്വൽ ആണ്, ഈ അകലവും തുല്യ. അപ്പൊ ടോട്ടൽ ഇവിടെ 110 വന്നു കഴിഞ്ഞാൽ മറ്റേ രണ്ടും കൂടി കൂട്ടിയാൽ 70 കിട്ടണം. അപ്പോൾ ഓരോ ആംഗിളും 35. അത് 35 ഇപ്പുറം 35, കാരണം ടോട്ടൽ 70 കിട്ടണമല്ലോ. അപ്പോൾ CBT 35. 22 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. എ ബോയ് സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ 35 ഡിഗ്രി വാക്കിംഗ് 10 മീറ്റേഴ്സ്. നമ്മൾ കൃത്യം പറഞ്ഞതാണ്, സൈനും കോസും ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ചിത്രം എങ്ങനെയാണ് വരിക? സൈൻ 70 ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എച്ച് വന്നു, ഇവിടെ വരുന്ന ഹൈപ്പോട്ടൻസ് 10, അപ്പോൾ h/10 10 ഇൻറ്റു സൈൻ 70 9.4 എന്ന് കിട്ടും. സോ ആൻസർ എന്താണ് ഇവിടെ? 9.4 ആണ്. 9.4. ഇനി 2 ബിൽഡിംഗ്സ് സ്റ്റാൻഡ് 15 മീറ്റേഴ്സ് അപ്പാർട്ട്. സൈൻ 70 എന്ന് പറഞ്ഞാൽ 0.94 ആണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് തരിക ചെയ്യാം, നമ്മുടെ ടേബിൾ തരും. ഓക്കെ, 2 buildings stand 15 meters apart on a flat terrain. A person standing on top of the less tall building sees the foot of the taller building at an angle of depression 30 degree and the top at an elevation of 40 degree. Okay, draw the rough figure എന്നാണ് പറയുന്നത്. ഇതാണ് ഫിഗർ കേട്ടോ, ഇതാണ് ഫിഗർ. ഇതിൽ നമ്മൾ ആദ്യം ബി സി കാണുന്നു. ബി സി കാണാൻ നമ്മൾ tan 30 ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 15 ഇൻറ്റു 15 അല്ലേ, ഇവിടെയും 15 ആണ് വരിക. ഇതാണ് നമ്മൾ കാണേണ്ടത്. tan 30 നമ്മൾ ചെയ്തുമ്പോൾ 8.661 കിട്ടി. അതേപോലെ തന്നെ എ ബി കാണാൻ നമ്മൾ tan 40 കണ്ടു, അപ്പൊ നമുക്ക് 12.5865 കിട്ടി. ടോട്ടൽ ആണ് കാണേണ്ടത് എച്ച് എ സി, അത് രണ്ടും കൂടി കൂട്ടിയാൽ 21.2475 കിട്ടി. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ എക്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഒരു എക്സ് കൊടുത്തു, അപ്പോൾ ഇത് 6 - x ആയി. അപ്പോൾ ഇവിടെ 6 - x ആയി. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ എക്സ് ആണ്, ഇവിടെ 5 - x, അപ്പോൾ ഇവിടെ 5 - x. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 5 - x പ്ലസ് 6 - x ചെയ്താൽ നമുക്ക് 4 കിട്ടും. 11 - 2x = 4 ആണെങ്കിൽ 11 - 4 = 2x. 7 = 2x ആണെങ്കിൽ എക്സിന്റെ വില 3.5. കാൽക്കുലേറ്റ് ലെങ്ത് ഓഫ് AP 3.5. ഓക്കെ, ഇനി അതിൻ്റെ അത് പ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. പ്രൂവ് ചെയ്യുന്ന മെത്തേഡ് നോക്കിക്കോളെ മക്കള്. പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? xy പ്ലസ് xz മൈനസ് yz ആണ്. എന്താണ് തെളിയിക്കാൻ പറഞ്ഞത്? ദ ഇൻസർക്കിൾ ഓഫ് ട്രയാങ്കിൾ XYZ ടച്ചസ് ദ സൈഡ് xy at T. പ്രൂവ് ദാറ്റ് xy പ്ലസ് xz മൈനസ് yz എന്ന് പറയുന്നത് 2T ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പൊ xy പ്ലസ് xz മൈനസ് yz എന്ന് പറയുന്നത് 2T ആണെന്ന് അറിയാം. അപ്പൊ xyനെ ഞാൻ ഇങ്ങനെ മാറ്റി xt പ്ലസ് yt എന്നാക്കി. ഓക്കെ, ഇവിടെ ഞാനൊരു ക്യൂവും കൊടുത്തു. ഓക്കെ, xzനെ മാറ്റി, സോറി ഇവിടെ xz, ഇവിടെ ക്യൂ കൊടുത്തു, ഇത് വേണം. ഓക്കെ, അപ്പൊ xzനെ മാറ്റി ഞാൻ xq പ്ലസ് qz മൈനസ് yz എന്നാക്കി. xt പ്ലസ് yt നമുക്ക് എങ്ങനെ എഴുതാം? yt നമുക്ക് എഴുതാം xq, അങ്ങനെ പോകി. അപ്പൊ xq ഒരു ഓർഡർ ആക്കുന്നതാണ് yt പ്ലസ് qz ഈക്വൽ ടു yz. അപ്പൊ 2xt എന്ന് വന്നു. xt തന്നെയല്ലേ xq, അപ്പൊ 2xt ഇത് p ആണ് അല്ലേ. yp പ്ലസ് pz ഈസ് ഈക്വൽ ടു yp പ്ലസ് pz മൈനസ് yz എന്നാക്കി. ഈ രണ്ട് സ്ഥലത്ത് 2xt പ്ലസ് yz, ഇത് yz ആണല്ലോ, മൈനസ് yz, ഇത് രണ്ടും ക്യാൻസൽ ആവും. ആൻസർ എന്താണ്? 2xt. അങ്ങനെ ചെയ്യാം, അളവ് കൊടുക്കുന്നതാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനി അടുത്ത എന്താ ക്വസ്റ്റ്യൻ? അവിടെ ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന്റെ ബി ക്വസ്റ്റ്യന്റെ അകത്ത് ബി ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് മക്കളെ, ഒന്നുമില്ല. ഇതിങ്ങനെ സെന്ററിൽ കൂടെ പോകുന്നതിനെ കൊണ്ട് ഇത് ഈക്വൽ ആയിട്ട് ആംഗിളിനെ കട്ട് ചെയ്യും. അതാണ് എ ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടാമത്തെ പ്രൂവ് ദാറ്റ് POQ = 90. ഇത് 90 ആണെന്ന് അറിയാൻ നമ്മൾ എക്സും വൈയും സെറ്റും എടുക്കുക. എക്സും വൈയും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അളവ് കൊടുക്കുക. ഓക്കെ, അതായത് ഇവിടെ വരുന്ന അളവും ഇവിടെ വരുന്ന അളവും ആ അളവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ x പ്ലസ് 2 ഇൻറ്റു x പ്ലസ് വൈ ഈക്വൽ ടു എന്ത് കിട്ടി? 2 ഇൻറ്റു x പ്ലസ് വൈ ഈക്വൽ ടു 180 കിട്ടും. അങ്ങനെ ആവുമ്പോൾ x പ്ലസ് വൈൻ്റെ വില 180/2. ആൻസർ എന്താ കിട്ടുക? 90 ഡിഗ്രി. സിമ്പിൾ പ്രോബ്ലം ആണ്. ഇനി 24 വരെയല്ലേ നമ്മൾ പറഞ്ഞ. 25ാമത്തെ ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡ് ഈസ് മെയ്ഡ് അപ്പ് വിത്ത് എ സ്ക്വയർ ഓഫ് സൈഡ് 12 centimeters ആൻഡ് 4 isosceles triangles ഓഫ് ഈക്വൽ സൈഡ്സ് 10 centimeters. കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. A sector of central angle 216 degrees cut off from a circle of radius 15 centimeters and bend into a cone. Calculate the slant height, base radius and height of this cone. അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് സ്ക്വയർ പിരമിഡ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്ക്വയർ സൈഡ് 12 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എ എത്രയാണെടാ? 12. പിന്നെ 4 isosceles ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് 10 ആണെന്ന് പറയുമ്പോൾ ഇ ആണ് 10. എ 12ഉം ഇ 10ഉം. അപ്പൊ എൽ സ്ക്വയർ കാണാൻ ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. അപ്പൊ 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ 64 എന്ന് കിട്ടും.
അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ഇവിടെ നമുക്ക് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ √28 കിട്ടി. അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 എ സ്ക്വയർ എച്ച് 48 √8 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. 48നെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ ആണെങ്കിൽ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ 216ഉം റേഡിയസ് 6 ആണ്. ആർ ഈസ് ഈക്വൽ ടു എൽ ആയതുകൊണ്ട് എൽ ചരിവ് ഉയരം എന്ന സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എൽ ആയി. അടുത്ത ബേസ് റേഡിയസ് ആണ് ചോദിച്ചത്. ബേസ് റേഡിയസ് കാണാൻ നമ്മൾ x/360 × r/l കൊടുക്കുക. അപ്പൊ 216/360 സമം r/15 എന്ന് കിട്ടും. അപ്പൊ ആറിന്റെ വില നമുക്ക് 9 കിട്ടും. ഇനി അവിടെ h കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ √L² - r² കൊടുക്കുമ്പോൾ 15² - 9² 12 കിട്ടി. h ഓക്കെ ആയി. അങ്ങനെയാണെങ്കിൽ വോളിയം കാണാൻ 1/3 πr²h ഇത്രയാണ് വരിക. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി അടുത്ത എന്താ വരിക എന്ന് പറഞ്ഞാൽ 26, 27, 28 എന്ന് പറയുന്ന 3 ക്വസ്റ്റ്യൻസ്. 26, 27, 28 ഡ്രോയിങ് ആണ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ ഡ്രോയിങ് ആണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3.5 സെന്റിമീറ്റർ ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് 32.5 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രി. ഓക്കെ, ഡ്രോയിങ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കേസിൽ 32.5 ഡിഗ്രിയും 40. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സർക്കിൾ ആണല്ലോ വരയ്ക്കുന്നത്, ഡ്രോ എ ട്രയാങ്കിൾ. അപ്പൊ നമ്മൾ സർക്കിൾ ആദ്യം വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഒറ്റ മിനിറ്റ് മക്കളെ, കളർ സർക്കിൾ വരച്ചിട്ട് 32.5 ഡിഗ്രി റേഡിയസ് ഇങ്ങനെ അടയാളപ്പെടുത്തുക. 40 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വരയ്ക്കുക? 80 വരയ്ക്കുക. 40, 80. 32 എന്ന് പറയുമ്പോൾ 65 വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 40 80 ഇത് 32 65 എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ മതി. ഇത് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഈ ട്രയാങ്കിളിന്റെ ഇത് 80 ആണ്, ഇവിടെ 40 കിട്ടും, ഇത് 32 കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ വരും. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ഏരിയ 15 എന്നാണ്. ഏരിയ 15 ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ ആൻഡ് സ്ക്വയർ. അപ്പൊ 5ഉം 3ഉം വെച്ചിട്ട് വരയ്ക്കുക. നമ്മളെപ്പോഴും പറയുന്നു 5, 3 ഇങ്ങോട്ട് കൂട്ടി വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു. ഇതിവിടെ ജോയിൻ ചെയ്താൽ ഇതാണ് നമ്മുടെ പുതിയ അളവ്. ഇത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ച് ജോയിൻ ചെയ്യുന്നു. ഇവിടെ ജോയിൻ ചെയ്യും, ഇവിടെ ജോയിൻ ചെയ്യും. ഇതാണ് പുതിയ ഏരിയ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കുന്നു നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെന്റിമീറ്റേഴ്സ് ആൻഡ് മാർക്ക് എ പോയിന്റ് 7 സെന്റിമീറ്റേഴ്സ് ഫ്രം ദ സെന്റർ. ഡ്രോ ദ ടാൻജന്റ് ടു ദ സർക്കിൾ ഫ്രം ദിസ് പോയിന്റ്. ഒന്നുമില്ല, സർക്കിൾ വരയ്ക്കുക. 4 സെന്റിമീറ്റർ സർക്കിൾ വരയ്ക്കുക, 7 സെന്റിമീറ്റർ വരയ്ക്കുക. അതിന്റെ എന്ത് വരയ്ക്കുക? ആർക്ക് വരയ്ക്കുക. ആർക്ക് വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക, ജോയിൻ ചെയ്യുക. സിമ്പിൾ. അപ്പം 4 മാർക്ക് ഇവിടെ, 4 മാർക്ക് ഇവിടെ, 4 മാർക്ക് ഇവിടെ. ഇത്രയാണ് നമ്മുടെ സെറ്റ് എ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവതരിപ്പിച്ച ആദ്യ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാനുള്ള. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കുറച്ച് സ്പീഡായിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം ഒന്നുമില്ല, നിങ്ങളെ മുന്നിൽ കുറച്ച് സമയമുള്ളൂ. കുറച്ച് സമയം കൊണ്ട് ഇതിന്റെ ഐഡിയ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എ ക്വസ്റ്റ്യനും അതിന്റെ സൊല്യൂഷൻ എടുത്ത് വെക്കുക. സാറ് വീഡിയോയും കൂടി നോക്കുക. ഒന്നിച്ച് നോക്കിയാൽ അത്രയും സാധനങ്ങൾ എന്താവും? ഓക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ മക്കൾ ഒറ്റ കാര്യം മറക്കണ്ട, ഇന്ന് രാത്രി കൃത്യം 7:30 സാറിന്റെ ലൈവ് ഉണ്ട്. നാളെ വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ്, പക്കാ പ്രഡിക്ഷൻസ് നിങ്ങളെ കയ്യിലേക്ക് എത്തും. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.